ഹലോ നമസ്കാരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് നവരാത്രിയുടെ 9ാം ദിവസം സിദ്ധിദാത്രി ദേവിനെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ ഇന്ന് മനസ്സിൽ വിചാരിക്കേണ്ടത് കേട്ടോ. സിദ്ധിദാത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സിദ്ധിയും ഏതൊരു കഴിവും മനുഷ്യരിൽ അല്ലെങ്കിൽ നമ്മളിൽ ഉയർത്താനും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെയൊക്കെ നമ്മളെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിച്ച് തന്ന് അതിലൊരു മേന്മ വരുത്താനും സഹായിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചിട്ടുള്ളത്. പൂജ വെക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്കറിയാവുന്ന ഒരു കുട്ടിക്കഥ പറയട്ടെ. അതായത് ദുർഗാദേവി യുദ്ധത്തിന് ഇറങ്ങാൻ നേരം നമ്മുടെ ഗണേശൻ്റെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും എല്ലാ കാര്യങ്ങളും ഗണേശൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു പോലും. അപ്പോൾ അന്നേ ദിവസം ഗണേശനും തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളും കാര്യങ്ങളും എല്ലാം ദേവിയുടെ ആയുധങ്ങളോടുകൂടി ചേർത്ത് വെച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നു പോലും. 3ാം ദിവസം ദേവി തിരിച്ചെത്തുമ്പോഴേക്കും ആ വെച്ചിരുന്ന ആയുധങ്ങളുടെ എല്ലാം ശക്തിയും അതിൻ്റെ ഒരു ഫലവുമെല്ലാം ഇരട്ടിച്ച് അത്രയും ബലപ്പെട്ടിരുന്നു, അത്രയും തേജസ്സുള്ളതും അത്രയും അത്രയും പവർഫുള്ളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആയുധം, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഉറപ്പായും വിദ്യയാണ് ആയുധം, അതുകൊണ്ട് പുസ്തകങ്ങൾ പൂജ വെക്കുന്നു. അതേപോലെ ഓരോ തൊഴിൽ ചെയ്യുന്നവർ അവരവരുടെ ആയുധങ്ങളൊക്കെ പൂജ വെക്കുന്ന ദിവസമാണ് നവമി ദിവസം. ഇന്നലെ വൈകുന്നേരം അഷ്ടമി തിഥി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ പുസ്തകങ്ങൾ പൂജ വെക്കാൻ തുടങ്ങി. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നവമി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആയുധങ്ങളൊക്കെ പൂജ വെക്കുക, വാഹനങ്ങളൊക്കെ പൂജ വെക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ സീരീസ് നാളെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മുടെ ലോങ് വീഡിയോസൊക്കെ കാണാത്തവരെന്തായാലും പോയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ കളർ പിങ്ക് ആണ്. ഹാപ്പി നവരാത്രി.